തന്നോട് ആരാ എന്റെ റൂമിൽ കയറാൻ പറഞ്ഞത്? അതിന് താനെന്തിനാ ചൂടാവേണ്ട ആവശ്യം എന്തിനാ? റൂമിൽ കയറി വിചാരിച്ചിട്ട് സ്വർണ്ണമൊന്നും ഞാൻ കട്ടിട്ടൊന്നുമില്ലല്ലോ. ഒരു സ്വർണ്ണമുറി. ആടി, എന്റെ റൂം സ്വർണ്ണമുറിയാണ്. അതിന് തനിക്കൊന്നുമില്ലല്ലോ. പിന്നെ എന്റെ റൂമിൽ തന്നോട് ആരാ കയറാൻ പറഞ്ഞത്? പിന്നെ എന്റെ അമ്മ അച്ഛനൊക്കെ, പിന്നെ എന്റെ പെങ്ങളൊക്കെ കേറിക്കോട്ടെ. അതിന് താനാരാ എന്റെ റൂമിൽ കയറാന്? ഒരാളെ റൂമിൽ കയറുമ്പോ അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കണം. ചോദിക്കാതെ കയറുന്ന ആൾക്കാരില്ലേ, കള്ളന്മാരാണ്. പെർമിഷൻ ഇല്ലാതെ ഒരു റൂമിൽ കയറാൻ പാടില്ല എന്ന് താൻ പഠിച്ചിട്ടില്ലേ? താനെന്താ പറഞ്ഞത്? ഞാൻ കള്ളത്തിയാണെന്നോ? ഞാൻ അത്ര വലിയ ദാരിദ്ര്യം പിടിച്ചതൊന്നുമല്ല നിങ്ങളെ റൂമിൽ നിന്ന് എടുത്ത് ഞാൻ ജീവിക്കാന്. എന്റെ അച്ഛയും അമ്മ എന്നെ നോക്കണുണ്ട്. എനിക്ക് നിങ്ങളെ അവതാരത്തിലല്ല ഞാൻ ജീവിക്കണത്. എന്റെ അച്ഛനമ്മ അന്തസ്സോടെയാണ് ഞാൻ ഇത്രയും കാലം വളർന്നത്. പിന്നെ നിങ്ങളെ റൂമിൽ എന്താണ്, ഒരു കുറച്ച് സഖാത്മാരെ ഫോട്ടോ ഉണ്ട്. അത് ഇട്ടിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടുകയും ചെയ്യില്ല. പിന്നെ താനൊരു ഉണക്കൊരു സഖാവ് നിൽക്കണ്. നീ എന്താ പറഞ്ഞത്? ഉണക്ക സഖാക്കളെന്ന? നിനക്കില്ലേ സഖാക്മാര് എന്താന്ന് നീ അറിയോ? ഫസ്റ്റ് നീ ഇല്ലേ അവരെ കുറിച്ച് അറിയാൻ നോക്ക്. പണ്ടത്തെ കാലത്തെ ജനങ്ങളെ സ്വാതന്ത്ര്യം കിട്ടാത്ത ആ ടൈമിൽ ജനങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിരുന്നെന്ന് അറിയോ? ഉടുക്കാൻ പോലും ഉടുത്തുണികൾ ഇല്ലാതെ, മര്യാദക്ക് ഫുഡ് പോലും കഴിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു. നീ പറയുന്ന സഖാക്മാരില്ലേ പട്ടിണി കിടന്ന് ചോര നീരാക്കി ഞമ്മക്ക് പൗരത്വം തന്നത് ഈ പറഞ്ഞ സഖാക്മാരുണ്ടായോണ്ട് മാത്രാണ്. ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടി പെൻഷനും കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് എന്താണോ നമ്മളെ ഗവൺമെന്റ് തരുന്നത് അതൊക്കെ ഈ സഖാക്മാര് ഉണ്ടായിട്ടാണ്. അതൊക്കെ ഉണ്ടായിരുന്നുള്ള ബോധമാണ്. ഓക്കെ, താന് സംസാരിക്കുമ്പോ സൂക്ഷിച്ചും കണ്ടും സംസാരിക്ക. അതാണ് തനിക്ക് നല്ലത്. പിന്നെ മേലാൽ എന്റെ റൂമിൽ കേറി പോകരുത്. എന്റെ അനുവാദമില്ലാതെ എന്റെ റൂം കേറുന്നത് എനിക്ക് ഇഷ്ടല്ല. അതൊരു തെറ്റാണ്. താനില്ലേ ഇത്രയും പഠിച്ചതല്ലേ, തനിക്കെന്താ തീരെ ബോധമില്ലേ? എന്റെ റൂമിൽ താൻ കേറി പോവരുത്. ഓക്കെ? കുഞ്ഞേച്ചി സമാധാനായി. ജീവനോടുണ്ടല്ലേ? ഞാൻ വിചാരിച്ച ഏട്ടനെ കൊന്നിട്ടുണ്ടാവുന്ന്. ചിരിക്ക് ചിരിക്ക്, ഞാൻ ജീവനോടൊക്കെ തന്നെയുണ്ട്. നീ ചെയ്തത് തെറ്റ്. അത് സിംഹത്തിന്റെ മടയിൽ ഒറ്റക്കാക്കിട്ട് നീ മണ്ടി. കുഞ്ഞേച്ചി, ഞാൻ കുഞ്ഞേച്ചിയോട് പറഞ്ഞതല്ലേ ഏട്ടന്റെ ഇഷ്ടല്ല റൂമിൽ കേറണത്. കേറിയാല് മുട്ടും. ഞാൻ പിന്നെ ഏട്ടൻ വന്നോ പറഞ്ഞു കുഞ്ഞേച്ചി ഓടിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ കുട്ടി വീട്ടിക്ക് കിട്ടിയില്ലേ? ആയിക്കോട്ടെ. എന്നിട്ട് കുഞ്ഞേച്ചി ഏട്ടൻ എന്താ പറഞ്ഞേ? അടി കിട്ടിയോ? തന്റെ ഏട്ടന് എന്നെ അടിക്കൂല. അടിച്ച ഞാനും തിരിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ എന്നോട് പറഞ്ഞു റൂമിൽ കയറണാന്ന്. എന്നോട് റൂമിൽ കയറണാന്ന്. ഞാൻ കേറും. എന്താ ചെയ്യാൻ? നിനക്കൊന്നും കാണണല്ല. കുഞ്ഞേച്ചി, ഇങ്ങനെ പ്രശ്നം വന്നാൽ ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഇപ്പഴേ പറയാം. ഏട്ടന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. ഏട്ടന്റെ റൂം എന്ന് വെച്ചാല് കുഞ്ഞേച്ചി കയറിയപ്പോ തന്നെ കണ്ടിരിക്കണം ഫുള്ള് സഖാത്മാരെ ഫോട്ടോ. അതിലൊരു പോറല് പറ്റിയാല് എന്നെ കൊല്ലും. ഞാനില്ലേ. കുഞ്ഞേച്ചി കേറിക്കോ, കുഞ്ഞേച്ചിക്ക് കിട്ടിക്കോ. ദൈവമേ, എന്താ ഞാൻ വിട്ടുപോയി. ഇപ്പൊ സഖാവ് എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാനില്ലേ അറിയാതെ വായിന്നൊരു ഉണക്ക സഖാവെന്ന് വീണുപോയി. പിന്നെ ഒരു പുരാണ കഥകള് പറഞ്ഞ് ആലോചിക്കുമ്പോ തന്നെ കിളി പോയിരിക്കെ. അത്രക്കും പാർട്ടിന്റെ മരയല്ലേ ഏട്ടന്. പിള്ളാരെ എന്ത് ചെയ്യണം അവിടെ മേലെ? വരി, ഭക്ഷണം കഴിക്കുക. അമ്മ, നിങ്ങൾ അറിഞ്ഞ എന്റെ റൂമിലില്ലേ കയറാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? അവള് പോയിട്ട് എന്റെ റൂമിൽ കയറിയാണ്. നമുക്ക് എന്റെ അനുവാദമില്ലാതെ എന്റെ റൂമിൽ കയറുന്നത് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. ഇനി മേലാതെ റൂമിൽ കയറി പോരുമെന്ന് അമ്മ പറഞ്ഞത്. പിന്നെ അമ്മക്കറിയാം എന്റെ മുറിയിൽ വേണ്ടപ്പെട്ട കുറെ സാധനങ്ങളുണ്ടെന്ന്. അതിനെന്തേലും പോടുന്നത് പറ്റിയാൽ
ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെയാണോ ദേവുനോട് പറയുന്നത്? ഒരു കൊച്ചു കുട്ടികളല്ലേ, അവരൊന്ന് വന്നതല്ലേ, അവരൊന്നും ചെയ്യാൻ അതൊക്കെ ഒരു കുട്ടിയാണ്. ഈ കൊച്ചു കുട്ടിയാണ് ദേവുട്ടനും ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ അവനത് അവനിങ്ങനെയാണ്. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി എന്താ അവിടെ നോക്കി നിക്കണേ? എന്റെ അമ്മു പേടിച്ചു പോയല്ലോ. അതല്ലടാ, ഇവിടെ നിക്കുമ്പോ ആകാശത്തിലെ ആ ചന്ദ്രനെ എന്ത് രസമായിട്ടാണോ കാണുന്നത്. അങ്ങനെ നോക്കിയിരിക്കുന്നു. കൊറായിലിങ്ങനെ ഇത്രക്കും ഭംഗി ആസ്വദിച്ചിട്ട് അതാണ്. കുഞ്ഞേച്ചി കുഞ്ഞേച്ചി കണ്ടോളി, ഞാൻ അങ്ങനെ നോക്കാറൊന്നുമില്ല. ഒരാള് വേണം, അപ്പൊ വേറെ രസല്ലേ. കുഞ്ഞേച്ചി, ഞാൻ ഇന്നൊരു സംഭവം ഉണ്ടായി. ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ ഞാൻ ഫ്രണ്ട്സാളും പാടെ വരുമ്പോ ഞങ്ങള് ആ ട്യൂഷൻ കഴിയുമ്പോഴേ അമ്പലം കഴിഞ്ഞിട്ട് ഒരു കട ഉണ്ടല്ലോ, അവിടെ കുറച്ച് പയ്യന്മാരൊക്കെ ഇരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കുറേ ചെക്കന്മാര് എന്നും എന്താ പറയാ പലതും പറയും. അങ്ങനെ ഇന്നെന്താ പറഞ്ഞതറിയോ, അതിലൊരു ചെറുക്കനെനിക്ക് എന്നെ ഇഷ്ടമാണ്. അപ്പൊ എന്റെ കൈ കയറി പിടിച്ച് അത് രുദ്രേട്ടനും കണ്ട് രുദ്രേട്ടന് നല്ല കൊടുത്ത് എന്ത് രസമുള്ള ഫൈറ്റ് ആയിരുന്നു പറയാം. കുഞ്ഞേച്ചി അവിടെ ഉണ്ടാവണിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എന്നും ആ ചെറുക്കന്മാരെ കൊണ്ടുള്ള ശല്യം കൊണ്ട് സഹിക്കാൻ പറ്റൂലായിരുന്നു. പക്ഷെ രുദ്രേട്ടന് അത് രക്ഷിച്ച്. പാവട രുദ്രേട്ടന് ആ തലയൊക്കെ കാണുമ്പോഴുള്ള ഒരു രസം. എന്നിട്ട് രുദ്രേട്ടൻ എന്നോട് പറഞ്ഞു ഒന്ന് മോന്ത കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു ഡയലോഗ്, പെണ്ണുങ്ങളെ കൈ കയറി പിടിച്ചാലുണ്ടല്ലോ എന്താണ് ഒരു പെണ്ണിന്റെ അനുവാദം ഇല്ലാതെ ഒരു പെണ്ണിന്റെ കൈ കയറി പിടിക്കരുത് നിറയും കണ്ട് നന്നായിട്ട് കൊടുത്ത്. രുദ്രേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യോ? പക്ഷെ ആളെ സത്യം പറഞ്ഞാല് കാണുമ്പോ ഒരു ദേഷ്യമൊക്കെ തന്നെയാണ്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ആളൊരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്. ഇന്ന് ട്യൂഷൻ ഉണ്ടായോണ്ടേ കുഞ്ഞേച്ചിന്റെ കൂടെ നിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നാളെ സെറ്റാക്കാം. നാളെ ട്യൂഷനില്ല, ചില്ലാക്കാം നമുക്ക്. നമ്മളില്ലേ നാരായണേട്ടന്റെ കടന്റെ ബാക്കിലൊരു പേരുണ്ടല്ലോ, ഒരു തറവാടില്ലേ, അവിടെ നല്ല അടിപൊളി മൂവാണ്ടമാങ്ങുണ്ട്, പുളിയുണ്ട്. നമുക്കത് എറിയാം. അവിടുത്തെ അമ്മ സീനൊന്നുമില്ല. അമ്മനോട് ചോദിച്ചാല് അമ്മ വരയ്ക്കാൻ പറയും. നമുക്ക് എന്നിട്ട് നല്ല മുളകും പുളിയും ഉപ്പൊക്കെ തേച്ചിട്ട് ആ പാടത്തിന് അവിടെ ഒരു കുളമുണ്ടല്ലോ, നമുക്ക് അവിടുന്ന് കഴിക്കാം, സെറ്റാക്കാം. കൊതിപ്പിക്കല്ലേ, വായുന്നു എല്ലാം വരണേ. ആണ് നമുക്ക് എന്തായാലും പോവാം. കൊറായി കഴിച്ചിട്ട് നാടൻ മാങ്ങ ഒക്കെ കഴിച്ചിട്ട് പുളിയൊക്കെ കൂട്ടിട്ട് ഒരു പിടി പിടിക്കണം. ഈ പിള്ളേരെ സംസാരിച്ച് നിക്കണോ? 11 മണിയായി. കിടന്നുറങ്ങി പിള്ളേരെ. വല്യമ്മ കിടന്നുറങ്ങി തന്നെയാണ്. അമ്മക്കൊന്ന് കോളാക്കട്ടെ, എന്നിട്ട് ഉറങ്ങിക്കോളാം. പപ്പ പപ്പ ഞാനിവിടെ പോയിട്ട് ഒരു കോള് പോലും ചെയ്തില്ല. അത്രക്കൊള്ളൂലേ? മറന്ന് നീ വേണ്ടെന്നിട്ട് നീ പോകുമ്പോലേ എന്നോടെന്താ പറഞ്ഞത്, അവിടെ എത്തിയപ്പാടന്നെ ഞാൻ പപ്പ വിളിക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ ഫോണിക്ക് ഒരു കോളും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കാത്തത്. പക്ഷെ നീ എത്തിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അമ്മനെ വിളിച്ച്, പപ്പനെ വേറെ കള്ള്. ആയിക്കോട്ടെ. എന്ത് പാപ്പ കുഞ്ഞു പിള്ളേരെ പോലെ
ഞാൻ പപ്പനും വിളിക്കാതിരിക്കും. പിന്നെ അവിടെ എത്തിയിട്ട് ഭയങ്കര ക്ഷീണമുണ്ടായി, പിന്നെ ഉറങ്ങിപ്പോയി. പിന്നെ ഇവിടെ രാവിലെ എണീച്ചപ്പോൾ അങ്ങനെ കറങ്ങി നടന്ന്, പിന്നെ ഞാനിപ്പോൾ വിളിച്ചില്ലേ. ആ മോള് കഴിച്ചില്ലേ? നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കുക. പപ്പില്ല അമ്മയില്ലാന്ന് വിചാരിച്ചിട്ട് വെറുതെ നോപ്പിക്കാൻ നിൽക്കണ്ട. നീയാണ് മൂത്തത്. ബാക്കി രണ്ടാൾക്കാരെ വിളിച്ചപ്പോൾ തന്നെ അറിയാം പൊട്ടിത്തെറിപ്പാണ്. മൂന്നാൾക്കാരെ കൂടിയാൽ ഭയങ്കര ബഹളാവുന്ന നന്നായിട്ടറിയാം. അപ്പോൾ പാടത്തൊക്കെ കളിക്കണത് ഓക്കെ, പക്ഷെ അധികം ആവരുത്, ആവശ്യത്തിന് മാത്രം. വെള്ളത്തിൽ നീന്താൻ അറിയാം, പക്ഷെ എന്നാലും അത്രയ്ക്ക് അറിയില്ല. വെള്ളത്തിലൊന്നും ഇറങ്ങാൻ നിൽക്കരുത്. മരത്തിന് മേലെ കയറിച്ച് കൈയും കാലും ഇല്ലേ മുറിക്കാൻ നിൽക്കരുത്. അടുത്ത ആഴ്ച മുതൽ ക്ലാസ് തുടങ്ങും. പിന്നെ എന്നും ഞങ്ങൾക്ക് വിളിക്കണം, മനസ്സിലായില്ലേ? പിന്നെ മോൾ ഉറങ്ങിക്കോട്ടാ. പപ്പം തുടങ്ങിയില്ലേ? അമ്മൻ്റെ പോലെ തന്നെ അമ്മ രാവിലെ വിളിച്ചിട്ട് കുറേ ഉപദേശം തന്നതാണ്. എന്താണ് പപ്പ എന്നിട്ട് മോളെ വിശ്വാസിയേ, മോൾ നല്ല കുട്ടിയില്ലേ, കുട്ടികള്. ഓക്കെ, അമ്മേനെ ചോദിച്ചെന്ന് പറഞ്ഞോണ്ട് ഓക്കെ, ബൈ, ലവ് യു.